നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ജനങ്ങളെ ചേർത്തുപിടിച്ച സർക്കാരാണ് ഇതെന്നും തുടർഭരണം ഉറപ്പാണെന്നും LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വോട്ടെടുപ്പ് നടന്നു. കുന്നുകളും പുഴകളും താണ്ടി കിലോമീറ്ററുകൾ നടന്നാണ് കുടിനിവാസികൾ തങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം വിനിയോഗിക്കാൻ ബൂത്തുകളിലേക്ക് എത്തിയത്. ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഇടുക്കി കരിമ്പൻ മണിപ്പാറ സെന്റ് മേരീസ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. സമ്മതിദാനാവകാശം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോതമംഗലം മണ്ഡലം LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂൾ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. LDF വൻ വിജയം നേടുമെന്നും ഭരണ തുടർച്ചയുണ്ടാകുമെന്നും ആന്റണി ജോൺ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും മെച്ചപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. 3 മണി വരെയുള്ള കണക്ക് പ്രകാരം 62.35% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വാർത്തകൾ വിശദമായി. ജനങ്ങളെ ചേർത്തുപിടിച്ച സർക്കാരാണ് ഇതെന്നും തുടർഭരണം ഉറപ്പെന്നും LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ. വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 81 നമ്പർ ബൂത്തിൽ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻ്റെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സന്തോഷദായകമായ തെരഞ്ഞെടുപ്പാണ്. അത് തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷവും പോളിംഗ് സ്റ്റേഷനിൽ എത്തി നിൽക്കുമ്പോൾ ജനഹൃദയങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് തെരഞ്ഞെടുപ്പിന് ഞാൻ ഇറങ്ങുമ്പോൾ രാവിലെ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞിറങ്ങി മാണിസാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ്. സാറ് മരണമടഞ്ഞ് 7 വർഷം ചരമദിന ദിവസം സാറിൻ്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി അനുഗ്രഹം തേടിയതിന് ശേഷമാണ് ഞാൻ പോളിംഗ് സ്റ്റേഷനിലേക്ക് വന്നത്. അതും ദിവ്യമായൊരു അനുഭവമായി എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ മലയോരത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും ഹൃദയത്തിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലാണ് ഈ തെരഞ്ഞെടുപ്പ്. എല്ലാ തലത്തിലും എല്ലാ പഞ്ചായത്തുകളിലും മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ വലിയ ഭൂരിപക്ഷമുണ്ടാവും. അതാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം. യാതൊരു ആശങ്കയ്ക്കും വകയില്ല എന്ന് മാത്രമല്ല, ഞാൻ മുൻകാലങ്ങളിലൊക്കെ നിങ്ങളോട് സംസാരിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളകളിലെല്ലാം ഉത്സവ പ്രതീതിയായിരുന്നു. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറത്തോട്ട് ഒരു നാടിൻ്റെ വികസന കുതിപ്പിൽ ജനങ്ങൾ എങ്ങനെയാണ് നന്മ നിറഞ്ഞ ഹൃദയം കാണാൻ ഇടുക്കിയിലെത്തിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞത്. വസ്തുതാപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ ഹൃദയവും അവരുടെ വികാരവും അവരുടെ മനോഭാവവും അതെന്നും എനിക്കറിയാൻ കഴിയും. അവരോടൊപ്പം ഞാൻ അവരെന്നോടൊപ്പം ഉണ്ടാവും. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. കുന്നുകളും പുഴകളും താണ്ടി കിലോമീറ്ററുകൾ നടന്നാണ് കുടിനിവാസികൾ തങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം വിനിയോഗിക്കാൻ ബൂത്തുകളിലേക്ക് എത്തുന്നത്. ആകെ 1264 വോട്ടർമാരാണ് ഇടമലക്കുടി പഞ്ചായത്തിലുള്ളത്. ഇതിൽ 675 പേർ പുരുഷന്മാരും 589 പേർ സ്ത്രീകളുമാണ്. ഇടമലക്കുടി ട്രൈബൽ സ്കൂൾ, പരപ്പയാർക്കുടി EDC സെന്റർ, മുളുകതറക്കുടി കമ്മ്യൂണിറ്റി ഹാൾ എന്നിങ്ങനെ 3 ബൂത്തുകളാണ് വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗിൽ തുടക്കം മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ദുർഘടമായ ഭൂപ്രകൃതിയും നെറ്റ്വർക്ക് പരിമിതികളും വെല്ലുവിളിയാണെങ്കിലും ആധുനിക സംവിധാനങ്ങളുമായാണ് ഭരണകൂടം ഇതിനെ നേരിടുന്നത്. ആദ്യമായി വയർലെസ് സെറ്റുകൾ വഴി പോളിംഗ് ശതമാനം തത്സമയം അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ വെബ്കാസ്റ്റിംഗും CCTV നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ജോലിക്ക് സ്വയം സന്നദ്ധരായ ഉദ്യോഗസ്ഥരെയാണ് ഇത്തവണ നിയോഗിച്ചിട്ടുള്ളത്. വനമേഖലയായതിനാൽ വനം വകുപ്പിന്റെയും പോലീസിന്റെയും കനത്ത സുരക്ഷാ വലയത്തിലാണ് വോട്ടെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നിൽ ഇടുക്കി കരിമ്പൻ മണിപ്പാറ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. സമ്മതിദാനാവകാശം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണമെന്നും കഴിഞ്ഞ സർക്കാരിനോട് തൃപ്തിയും അതൃപ്തിയും ഉണ്ടെന്നും അത് കാലാകാലങ്ങളിൽ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തി. വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മളെ അടുത്ത 5 വർഷത്തേക്ക് നയിക്കാൻ പറ്റുന്ന നല്ല നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാനായിട്ട് ജനങ്ങൾക്ക് കിട്ടിയ ഈ വലിയ അവസരത്തിൽ വളരെ സന്തോഷം. വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരോട് എന്താണ് വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, വളരെ ബുദ്ധിപൂർവകമായി വേഗപൂർവമായി നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം. അതുപോലെ തന്നെ ആരും നിസ്സംഗത കാണിക്കരുത്. ഭവനങ്ങളിലുള്ള ആളുകൾ, ഇതുവരെ ആയിരിക്കുന്ന ആളുകളെല്ലാം ഇന്നേ ദിവസം കേരളത്തിൽ വോട്ടവകാശമുള്ള എല്ലാവരും വോട്ട് ചെയ്യും. അതാണ് പറയാം. ഒരു വികസന തുടർച്ചയാണോ ഉണ്ടാകേണ്ടത്? നമ്മുടെ ജനങ്ങൾ പ്രബുദ്ധരാണ്. വികസനം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. അതിനനുയോജ്യരായ ആളുകളെ പ്രബുദ്ധരായ ജനത തിരഞ്ഞെടുക്കും. സഭ ആർക്കെങ്കിലും ഇത്തവണ പിന്തുണ എന്തെങ്കിലും ഉണ്ടോ? സഭയിൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ട്. അതുകൊണ്ട് ഔദ്യോഗികമായ പിന്തുണ അങ്ങനെ പ്രത്യേകിച്ചില്ല. ജനങ്ങൾ അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുമെന്നാണ് സഭയുടെ. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു പൊതുജനത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കാലാകാലങ്ങളിൽ അറിയിക്കാറ്. ഏതൊക്കെ കാര്യങ്ങളിലായിരുന്നു തൃപ്തി തോന്നിയത്? പല കാര്യങ്ങളിലും തൃപ്തിയുണ്ട്, ചില കാര്യങ്ങളിൽ അതൃപ്തിയുണ്ട്. ഡീൻ കുര്യാക്കോസ് എം പി വോട്ട് രേഖപ്പെടുത്തി. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ കുളപ്പുറം സെന്റ് ജോർജ് എൽ പി സ്കൂളിലെ 109 നമ്പർ ബൂത്തിൽ ഭാര്യയ്ക്കും സഹോദരനും ഒപ്പമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് UDF 100-ലധികം സീറ്റ് നേടി ഭരണത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കോതമംഗലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം കുടുംബസമേതം സെന്റ് ജോർജ് സ്കൂളിലെ 82 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും തന്റെ വിജയം സുനിശ്ചിതമാണെന്നും സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം പറഞ്ഞു. 126 ഷിബു, 54 ബിന്ദു ജോർജ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി. ഈ തെരഞ്ഞെടുപ്പിൽ കോതമംഗലത്ത് ഉജ്ജ്വലമായ വിജയം നേടും. സംസ്ഥാനത്തുടനീളം UDFൻ്റെ തരംഗം ആഞ്ഞടിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ദുർഭരണം നടത്തുന്ന ഈ സർക്കാർ മാറണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. കോതമംഗലം നിയോജകമണ്ഡലം കഴിഞ്ഞ 10 വർഷമായി വികസന മുരടിപ്പിന് സാക്ഷ്യം വഹിച്ച നിയോജകമണ്ഡലമാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കാനോ പുതിയ പരിപാടികൾ നടപ്പിലാക്കാനോ കഴിയാതെ പോയ, എല്ലാ തരത്തിലും വികസനത്തിന് തടസ്സം നിന്ന 10 വർഷങ്ങളാണ് കോതമംഗലത്തുണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ വികസന തട്ടിപ്പിനെതിരെ
ശക്തമായി വിധി എഴുതും. ജനങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കോതമംഗലത്ത് ഐക്യജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടി ഈ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കും. ജനങ്ങളുടെ വലിയ മുന്നേറ്റമാണ് ഉടനീളം കാണാനായിട്ട് കഴിയുന്നത്. കോതമംഗലം മണ്ഡലം LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂൾ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യ സ്റ്റെഫിയോടൊപ്പം എത്തിയാണ് ആന്റണി ജോൺ വോട്ട് രേഖപ്പെടുത്തിയത്. LDF വൻ വിജയം നേടുമെന്നും ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും ആന്റണി ജോൺ പറഞ്ഞു. എൻ്റെ മാതൃവിദ്യാലയം കോഴിപ്പള്ളി ഗവൺമെൻറ് LP സ്കൂളിലെ 137 നമ്പർ ബൂത്തിലാണ് ഇപ്പോൾ എത്തി വോട്ട് ചെയ്തിട്ടുള്ളത്. രാവിലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും മികച്ച നിലയിലുള്ള പോളിംഗ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കുറേ ബൂത്തുകളിൽ പോയതിന് ശേഷമാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഭാര്യയോടൊപ്പം ഇവിടെ എത്തിയത്. എല്ലാ പ്രദേശങ്ങളിൽ കടന്നു ചെല്ലുമ്പോഴും ജനങ്ങളുടെ ഒരു മികച്ച പ്രതികരണം, മികച്ച പിന്തുണയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ചിരുന്നത്. അത് പോളിംഗ് ദിവസവും നമ്മൾ ബൂത്തുകളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ആ നിലയിലുള്ള ഒരു പ്രതികരണങ്ങൾ തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി കോതമംഗലത്തെ ജനങ്ങൾ എനിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മികച്ച ഭൂരിപക്ഷത്തോടു കൂടി കോതമംഗലം മണ്ഡലത്തിലെ ഒരു ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും. എല്ലാവരും നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പ്രചരണത്തിൻ്റെ നാളുകളിലെല്ലാം ആ നിലയിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു. അത് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസവും എല്ലാ ബൂത്തുകളിലും നമ്മൾ കടന്നു ചെല്ലുമ്പോഴും ആ നിലയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 3ാമത് അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഗവൺമെൻറ്റിനോടൊപ്പം കോതമംഗലത്തു നിന്നും MLA ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് എല്ലാ മേഖലയിൽ നിന്നും വരുന്നത്. മൂവാറ്റുപുഴയിലെ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ ആയങ്കര 106 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യ എൽസ കാദ്രൻ ജോർജിനൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും മെച്ചപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. 3 മണി വരെയുള്ള കണക്ക് പ്രകാരം 62.35% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പോളിംഗ് ഉയർന്നത് മുന്നണികളിൽ പ്രതീക്ഷ ഉയർത്തുന്നു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി, കട്ടപ്പന ഉൾപ്പെടെയുള്ള പല ബൂത്തുകളിലും രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പോളിംഗ് ശതമാനം ഉയർന്ന നിലയിലാണെന്നും ജനങ്ങൾ ഭരണമാറ്റമോ തുടർച്ചയോ ആഗ്രഹിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രമുഖ സ്ഥാനാർത്ഥികളും വോട്ടർമാരും ആവേശത്തോടെ രാവിലെ തന്നെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഇടുക്കി, കട്ടപ്പന തുടങ്ങിയ മേഖലകളിൽ രാവിലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. പരമാവധി ജനങ്ങളെ കണ്ട് സംസാരിച്ചെന്നും അനുകൂല ഫലം പ്രതീക്ഷിക്കുന്നുവെന്നും സ്ഥാനാർത്ഥികൾ പ്രതികരിച്ചു. 3 മണി വരെ 62.35% 5 മണിയായപ്പോഴേക്കും 74.55% പോളിംഗ് ഉയർന്നിരുന്നു. ദേവികുളം 75.59%, ഉടുമ്പൻചോല 77%, തൊടുപുഴ 73.25%, ഇടുക്കി 72.62%, പീരുമേട് 74.89 എന്നിങ്ങനെയാണ് 5 മണി വരെയുള്ള കണക്ക്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സെന്റ് ജോർജ് സ്കൂളിലെ
81 ബൂത്തിൽ വോട്ട് ചെയ്തു. രൂപത ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ ബിഷപ്പിനെ അനുഗമിച്ചു. രാവിലെ 8 മണിയോടെ പോളിംഗ് ബൂത്തിലെത്തി ക്യൂ നിന്ന ശേഷമാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. കണ്ടിട്ടില്ല. 85 വയസ്സിന് മുകളിലുള്ള വോട്ടർമാരുടെ ലിസ്റ്റിൽ പേര് വരാത്തത് മൂലം 90 വയസ്സുള്ള പൗരന് ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്തേണ്ടി വന്നു. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് കരിങ്കുന്നം അയിലേടത്ത് AP തോമസ് സാറിന് വയ്യാത്ത അവസ്ഥയിലും ബൂത്തിൽ പോയി വോട്ട് ചെയ്യേണ്ടി വന്നത്. വീട്ടിൽ വോട്ട് ചെയ്യുവാനുള്ളവരുടെ ലിസ്റ്റിൽ പേര് വന്നില്ല എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് മകൻ റെജി P. തോമസ് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിയതാണെന്നും കാനറ ബാങ്ക് റിട്ടയർഡ് ഉദ്യോഗസ്ഥനും കോൺഗ്രസ് എസ് മുൻ ജില്ലാ പ്രസിഡന്റുമായ AP തോമസ് സാർ വ്യക്തമാക്കി. കരിങ്കുന്നം പഞ്ചായത്തിലെ അയലാരത്ത് AP തോമസ് ആണ്. 90 വയസ്സായി, നവതി ആഘോഷിച്ചിട്ടിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ പ്രകാരം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിലോട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ വീട്ടിലോട്ട് ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ പേരില്ലാതെ വന്നു. ആയതിനാൽ ഗവൺമെൻറ് LP സ്കൂൾ കരിങ്കുന്നത്ത് അതിൻ്റെ ബൂത്തിൽ പോയി അവിടെ നിന്ന് വോട്ട് ചെയ്യേണ്ടി വന്നു. മുൻ പൊതുപ്രവർത്തകനും കാനറ ബാങ്കിൽ റിട്ടയർഡ് ആളുമായ 90-കാരനായ AP തോമസ്. LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി പാലാ സെന്റ് തോമസ് കോളേജിൽ വോട്ട് ചെയ്തു. പിതാവ് KM മാണിയുടെ 7ാം ചരമവാർഷിക ദിനമായ ഇന്ന് പാലാ കത്തീഡ്രൽ പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കുകയും കല്ലറയിൽ പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷമാണ് വോട്ട് ചെയ്യുവാനായി എത്തിയത്. ഭാര്യ നിഷ ജോസ് കെ മാണി, മക്കളായ കുഞ്ഞുമാണി, പ്രിയങ്ക എന്നിവരോടൊപ്പമാണ് ജോസ് കെ മാണി എത്തിയത്. വിവാഹ ദിനത്തിലും വോട്ട് ചെയ്യാനെത്തി യുവതി മാതൃകയായി. നെടിയശാല ഊന്നുകലിൽ സ്റ്റെൽമിയ സ്റ്റീഫനാണ് വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. നവവരൻ ചെറുകര തറപ്പുതൊട്ടിയിൽ ഫിലിപ്സണിനൊപ്പമാണ് സ്റ്റെൽമിയ പോളിംഗ് ബൂത്തിൽ വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെൻ്റെ ഫസ്റ്റ് ടൈം വോട്ടാണ്. ഇന്നേ വരെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു രാജ്യത്തിലെ പൗരൻ്റെ അവകാശമാണല്ലോ വോട്ട്. അത് ഈവൻ കല്യാണമാണെങ്കിലും അത് ചെയ്യണമെന്ന്, തിരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മൾ ആ സമയം ചെലവഴിക്കണമെന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. സോ കന്നി വോട്ടാണിത്, ഫസ്റ്റ് ടൈം വോട്ട്. സോ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വോട്ട് ചെയ്യുക എന്നുള്ളത്. അതെന്തായാലും നടന്നു. UK അവധിക്ക് നാട്ടിൽ വന്നതാണ്, കല്യാണത്തിന് വേണ്ടി വന്നതാണ്. ഇപ്പോഴും വോട്ട് ചെയ്യാനൊരു അവസരം ഇപ്പോഴും വരുന്നതല്ലോ. ചാൻസ് കിട്ടിയപ്പോൾ മിസ് ചെയ്യണ്ടെന്ന് തോന്നി. അങ്ങനെ കല്യാണം കഴിഞ്ഞ നേരം ഞാൻ അവിടെ വോട്ട് ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളെ ചേർത്തു പിടിച്ച സർക്കാരാണ് ഇതെന്നും തുടർഭരണം ഉറപ്പാണെന്നും LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വോട്ടെടുപ്പ് നടന്നു. കുന്നുകളും പുഴകളും താണ്ടി കിലോമീറ്ററുകൾ നടന്നാണ് കുടിനിവാസികൾ തങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം വിനിയോഗിക്കാൻ ബൂത്തുകളിലേക്ക് എത്തിയത്. ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഇടുക്കി കരിമ്പൻ മണിപ്പാറ സെന്റ് മേരീസ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. സമ്മതിദാനാവകാശം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോതമംഗലം മണ്ഡലം LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂൾ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. LDF വൻ വിജയം നേടുമെന്നും ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും ആന്റണി ജോൺ പറഞ്ഞു.
ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും മെച്ചപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. 3 മണിവരെയുള്ള കണക്ക് പ്രകാരം 62.35% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.